ഹലോ, ഇന്ന് വൈകുന്നേരത്തെ ചായക്ക് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയല്ലോ. 2 ദിവസമായിട്ടോ 2 പഴം ഇരുന്ന് തട്ടി കളിക്കണേ. അപ്പോൾ ഈ പഴം ആരും തിന്നില്ല, നേന്ത്രപ്പഴം. അപ്പം വിചാരിച്ചു ഇതുകൊണ്ട് നല്ല അടിപൊളി ഒരു പലഹാരം ഉണ്ടാക്കാമേ. ഞാനതിൽ 2 നേന്ത്രപ്പഴം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ 4 ബ്രെഡും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ പലഹാരത്തിലേക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഒരു 3 മുട്ട ഞാൻ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്ത പഴം ഇട്ട് കൊടുക്കാം, ബ്രെഡ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതേ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഒരു 5 ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 3/4 ഗ്ലാസ് പാലാണേ. പാൽ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ മിക്സിയുടെ ജാറ് മാറ്റേണ്ടതായിരിക്കുന്നു എന്ന്. അപ്പോൾ പിന്നെ ഞാൻ മിക്സിയുടെ ജാറൊന്ന് മാറ്റി വലിയ ജാറെടുത്തു. അതിലേക്ക് പാൽ ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ച നമ്മുടെ കൂട്ട് നെയ്യ് തടവിയ ഡെവറയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ പലഹാരം ആവിയിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. നെയ്യോ ഓയിലോ എന്തായാലും അത് വെച്ചിട്ട് ഒന്ന് തടവി കൊടുത്താൽ മതി. ഇനി നമ്മളിതാ ഇഡ്ഡലി പാത്രം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഐറ്റം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് നേന്ത്രപ്പഴം കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊരു 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇതേ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അടിപൊളി മണം വരുന്നുണ്ട്. ഇതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി പലഹാരമാണ് കേട്ടോ. ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല അടിപൊളി രുചിയാണ് കേട്ടോ. നേന്ത്രപ്പഴം ഇഷ്ടമല്ലാത്തവർ പോലും ഇത് കഴിച്ചു പോകും. നമുക്കിനി അച്ഛന് കൊടുക്കാവേ. അച്ഛാ, ഇന്നത്തെ സ്പെഷ്യൽ സ്പെഷ്യൽ കടിയാണ് ആവിയിൽ പൊങ്ങിയതാണ്. ഇത് കലത്തപ്പം മാതിരി ഉണ്ട് കേട്ടോ. ചൂടുണ്ട്. നല്ല രുചിയുണ്ട് കേട്ടോ. ചൂടൊക്കെ തിന്നാനേ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്നൊരാൾ തിന്ന വയറ് അറിയും, അത്ര വലിപ്പുണ്ട്. സംഭവം അടിപൊളിയാണ്. നല്ല രുചി, നല്ല അടിപൊളി സാധനം. ഞാൻ അതൊക്കെ തിന്നൂട്ടാ. എന്നതാ